സർവേശ്വര, എല്ലാ കുട്ടികൾക്കും നല്ല ഉദ്യോഗം കിട്ടണേ. അങ്ങനെ ഗംഗാധരൻ മാഷിന്റെ PSC കോച്ചിങ് സെന്ററിൽ പഠിച്ച എല്ലാവർക്കും നല്ല ഉദ്യോഗത്തിലിരിക്കുക. അല്ല, മാഷിന്റെ പേരെന്ന് പറഞ്ഞത്? ഗംഗാധരൻ മാഷ്. എന്നിട്ട് അമ്പിളിക്കുട്ടൻ കോച്ചിങ് സെന്റർ എന്നല്ല എഴുതി വെച്ചത്. ഇതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. ഇതിന്റെ പുറകിലെന്ന് പറയുമ്പോൾ LED വാളിന്റെ പുറകില. അവിടെ കഥയില്ല, കുറച്ച് വയറും ബൾബും മാത്രമേ ഉള്ളൂ. ഇവ ഇത് കയറി പിടിക്കുമെന്ന് എനിക്കറിയായിരുന്നു. എന്താ? ഹലോ, അമൃത TV സ്റ്റുഡിയോയുടെ സെക്യൂരിറ്റി അല്ലേ? ഇപ്പൊ ഒരു സാധനം പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. കുട്ടിയകലിന്റെ ചെറിയൊരു കൗണ്ടറാണ്. അത് പുറത്ത് വിട്ടിട്ട് കഥ അടച്ചാൽ മതി. പിന്നെ തിരിച്ചു വന്ന് മുട്ടും, കേട്ടല്ലേ, വീണ്ടും വന്ന് ശല്യപ്പെടുത്തും. അതുകൊണ്ടാണ് ഇവനിത് ചാടി പിടിക്കുമെന്ന് എനിക്കറിയായിരുന്നു. സംഭവം അകലേത് വേറൊന്നും അല്ല കേട്ടോ. ഞാൻ 10-15 വർഷമായിട്ട് കുറെ കുട്ടികൾക്ക് PSC കോച്ചിങ് കൊടുക്കുക. പലരും നല്ല നല്ല ഗവൺമെന്റ് ഉദ്യോഗത്തിൽ കയറി. പക്ഷെ ഒരുത്തൻ മാത്രം ഇതുവരെ പഠിച്ച് ജയിച്ചിട്ടില്ല, അമ്പിളിക്കുട്ടൻ. അതുകൊണ്ട് അവന്റെ വീട്ടുകാർ കുറച്ച് കാശ് എനിക്ക് തരുന്നുണ്ട്, നല്ല വരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ പേരം കിട്ടും. ദാമ്പത്തിരി ഐശ്വര്യം കിടക്കട്ടെ. ഈ ബോർഡ് കണ്ടില്ലേ, അവന്റെ എഴുതാൻ ഏൽപ്പിച്ചതാണ്. മികച്ച വിജയത്തിനായുള്ള ചുവടുവെപ്പെന്ന് എഴുതാൻ പറഞ്ഞപ്പോ മികച്ച വിജയത്തിയായുള്ള ചുമടെടുപ്പെന്ന് എഴുതാത്തത് ഭാഗ്യം. കഷ്ടം. പഠിക്കാൻ വേണ്ടി വരിക, എപ്പോ വരുമെന്ന് അറിയത്തില്ല. കുറച്ചു നേരം റീൽസ് കാണാം. സോഷ്യൽ മീഡിയ തുറന്നാൽ റീൽസ് ആണ് മെയിൻ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ കുട്ടിയിൽ ജനുവരി 25 എവന്റെ റീൽസേ ഉള്ള. നമസ്കാരം, ഞാൻ കുട്ടിയിലാണ്. ഇന്നല്ല, ഇന്ന് നിന്റെ അവസാനം. ഹായ്, നമസ്കാരം. കുട്ടിയിലാണ് 2055 ഒളിമ്പിക്സിൽ റൊട്ടികളി മത്സരത്തിന് പങ്കെടുക്കാൻ പോകുന്ന കരകുളത്തുള്ള പ്രിയപ്പെട്ട പ്രശാന്തിന് എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ് വിഷസ്. 2055 വരെ കൊടുത്തേക്കണം. ഹലോ. ഹലോ, അമ്പിളിക്കുട്ടനാണോ? അതെ, അമ്പിളിക്കുട്ടനാണ്. ഞാൻ നിയമസഭ ഡ്യൂട്ടിയുള്ള പോലീസുകാരനാ. അയ്യോ, എന്താ സാറേ? തന്റെ ആണോ നിയമസഭയുടെ ഫ്രണ്ട് ഇരിക്കുന്ന സൈക്കിള്? നിയമസഭയുടെ മുമ്പിൽ സൈക്കിൾ എന്റെയാ സാറേ. അത് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റണം കേട്ടോ. എന്ത് സാറേ? മന്ത്രിമാരും MLA മാരൊക്കെ വരുന്ന സ്ഥലമായത്. അതെനിക്കറിയാം സാറേ, അതുകൊണ്ടാണ് ഞാൻ 2 പൂട്ടിട്ട് പൂട്ടി വെച്ചേക്കുന്നത്. ക്ലാസ്സിൽ എടുത്താണത്. എന്ത് സമയത്തിന് ക്ലാസ് വരാൻ പറഞ്ഞിട്ടില്ലേ? സമയത്തിന് തന്നെ ഞാൻ ക്ലാസ്സിൽ വന്നത്. സമയത്തിനാ? സമയം ഇപ്പൊ സമയം എന്തായി? സമയം 11 മണി. ഇത് 11 മണി സമയമല്ലേ? എടാ, നേരത്തും കാലത്തും ക്ലാസ്സിൽ ഒന്ന് പഠിച്ചാലേ ജയിക്കാൻ പറ്റൂ. നേരം കാലൊന്നും എന്നെ പഠിപ്പിക്കണ്ട. എടാ, നമ്മൾ രാവിലെ എണീക്കണം, കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, വ്യായാമം ചെയ്യണം. അതൊക്കെ ഞാൻ ചെയ്യും. അയ്യോ, ഞാൻ രാവിലെ 5 മണിക്ക് അലാറം വെക്കും. മിടുക്കൻ. എന്തിനാണ്? രാവിലെ എണീച്ച് പഠിക്കണം, വ്യായാമം ചെയ്യണം. പക്ഷെ ഞാൻ 4 മണിക്ക് എണീക്കും. മിടുക്കൻ. എന്നിട്ട് അലാറം മാറ്റി 10 മണിക്ക് സെറ്റ് ചെയ്തിട്ട് എന്തുവാ മിടുക്കനും മിടുമിടുക്കനും മാറ്റത്. പിന്നെ സാറേ, വേറൊരു കാര്യമുണ്ട്. എനിക്ക് ഇന്ന് ലീവ് വേണം ഉച്ചയ്ക്ക് ശേഷം. എടേ, കഴിഞ്ഞ മാസം കൂടെ നീ ലീവ് എടുത്തതാണ്. നീ അമ്മൂമ്മ മരിച്ചെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ എന്താണ് ലീവ്? അമ്മൂമ്മ മരിച്ചു. എടേ, കഴിഞ്ഞ മാസം അമ്മൂമ്മ മരിച്ചെന്ന് പറഞ്ഞാണ് ലീവ് എടുത്തത്. എന്റെ അപ്പൂപ്പ 5 കെട്ടി, ഞാനെന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിനക്ക് ലീവ് തരത്തില്ല. ലീവ് വേണം. ലീവ് തരത്തില്ല. സാറേ, പിന്നെ എനിക്കൊരു സംശയം. ഈ തവള കണ്ണാടി വെക്കുവോ? തവള കണ്ണാടി വെക്കൂല. തവള മുണ്ടെടുക്കുവോ? ഇല്ല. തവള ബനിയൻ ഇടുവോ? ഇല്ല. അയ്യോ, അപ്പൊ കിണറ്റി കിടക്കുന്ന അപ്പൂപ്പൻ തന്നെ കാണിച്ചു. ലീവ് വേണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ആൻസർ പറയണം. പുറത്തു വാ. ബാഹുബലി സിനിമയിൽ കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ പുറകിൽ നിന്ന് കുത്തിയത്? അത് പിന്നെ ചിലപ്പോ കട്ടപ്പ ഇതുപോലെ ഉച്ചയ്ക്ക് ശേഷം ലീവ് വേണമെന്ന് പറഞ്ഞിട്ട് ബാഹുബലി കൊടുത്ത് കാണാം. ലീവ് എടുത്ത് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ആവശ്യങ്ങൾ, പരീക്ഷാ ഭവൻ വരെ പോകണം. ഇരിക്കുന്നതിന് മുമ്പ് സാറിന്റെ കാല് തൊട്ട് എഴുതിയിട്ടാണ് ഇരിക്കാൻ. കാല് തൊട്ട് തൊഴണം. നടുവേദനയാണ്. മാഷിന്റെ കാല് തൊട്ട് തൊഴുതാൽ ഐശ്വര്യം കിട്ടുമെന്ന്. എന്റെ ഒരു മിനിറ്റ്, കാലിഞ്ഞിട്ട് കാണിച്ചാണ്. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പഠിപ്പിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും നോക്കിയായിരുന്നു. എല്ലാം ഹോംവർക്കൊക്കെ ചെയ്തല്ലോ? എല്ലാം ചെയ്ത്. ചേട്ടന്റെ പടമാണോ? അല്ല, ആളെ തിരിച്ചറിയാനാണ് ഒരു കുത്തിട്ടേക്കുന്നത്. കറക്റ്റ് പറ്റിയ പടം തന്നെ. അപ്പൊ തുറന്നു നോക്കിയ പറഞ്ഞു. അപ്പോ നമ്മൾ ഇന്നലെ പഠിച്ചത് എന്തായിരുന്നു? ഇന്നലെ പഠിച്ച ഇംഗ്ലീഷ് നമ്മൾ ഇന്നലെ പാസ്റ്റ് പഠിച്ചു. പിന്നെ പാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഡീലക്സ്, മിന്നൽ എക്സ്പ്രസ്. KSRTC മൊത്തം അടങ്ങലിടാ. എടാ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചു. പറ, ഏതൊക്കെയാണെന്ന് പറ. എടാ, അപ്പോ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സ്പീക്ക്, അതിന്റെ പാസ്റ്റ് സ്പോക്ക്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്പോക്കൺ. മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണ് ഈ കീപ്പ്, അതിന്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറ. ഈപ്പ്, കോപ്പ്, കോപ്പായി.
ഇംഗ്ലീഷിൽ പഠിക്കണ്ട. അതേപോലെ പറയുന്നു. നമുക്ക് മാപ്പ് പഠിക്കാം. പഠിക്കാം. ഇതാണ് മാപ്പ്. മനസ്സിലായല്ലോ? മാപ്പ്, ആ. ഭൂപടം എന്ന് പറയും. ആ. ഇതിൽ അമേരിക്ക എവിടെയാണ്? അറിയില്ലല്ലോ. ഇല്ല. ഇതാണ് അമേരിക്ക. ആ. അപ്പൊ അമേരിക്ക കണ്ടുപിടിച്ച ആരാണ്? എങ്ങാരം മാഷ്. ഞാനാ കണ്ടുപിടിച്ചത്. ആരല്ലേ ഇപ്പൊ കണ്ടുപിടിച്ചിട്ട് എനിക്ക് കാണിച്ചെന്നത്? എടാ, അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ്. കൊളംബസാ? അതെ. അപ്പൊ പുള്ളി കല്യാണം കഴിച്ചാണല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞ? അല്ല, കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ പുള്ളി അമേരിക്ക കണ്ടുപിടിക്കൂല. ആര് പറഞ്ഞു? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഭാര്യ ചോദിക്കൂലേ, എന്തോന്ന്? എവിടെ പോണ്, എപ്പ വരും, ഇവിടെ ആരൊക്കെ? ഇന്ന് ഈ ഉടുപ്പിട്ടോണ്ട് വന്നത് തിരിച്ചു വരുമ്പോ എനിക്കെന്തോ കൊണ്ടുവരും. അവസാനം കൊളംബസ് വിചാരിക്കും ഞാൻ അമേരിക്കൻ കണ്ടുപിടിക്കുന്ന ഒരു കാനഡ കണ്ടുപിടിക്കുന്ന വീട്ടിൽ കയറി. അല്ലേ? നീ അമേരിക്ക കണ്ടുപിടി. കണ്ടകശനി കൊണ്ടേ പോകുള്ളൂ. എന്നാ എന്നോട് കൊണ്ടുപോകാൻ പറ അമേരിക്കയിൽ. എന്നെ പഠിപ്പിച്ച് ക്ലാസ് എടുത്തിട്ട് പോട്ടെ ഞാൻ. പിന്നെ നമ്മൾ ഇനി പഠിക്കാനുള്ളത് മുഗൾ കാലഘട്ടം. എന്താണെന്ന് അറിയാമോ? അറിയാം. പറ. അതായത് ഒരു ദിവസം ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് ഉടക്കിയിട്ട് മുകളിൽ തട്ടുംപുറത്ത് കയറി കുറെ നാൾ താമസിച്ചു. അത് മുഗൾ കാലഘട്ടം. ചേട്ടൻ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടത്തിന്റെ വീട്ടിൽ പോയി. അപ്പൊ ചേട്ടന്റെ മുറി ഒഴിഞ്ഞു നടന്നു. ഞാൻ അവിടെ താമസിച്ചു. അപ്പോ അത് താഴത്തെ കാലഘട്ടം. പിന്നെ എന്റെ കയ്യിൽ പറഞ്ഞ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഞാൻ കുറെ ആൾ തെണ്ടി തിരിഞ്ഞു നടന്നു. അത് പുറമേ ഉള്ള കാലഘട്ടം. മുഗൾ കാലഘട്ടം. എടാ, അക്ബർ ചക്രവർത്തിയുടെ മുഗൾ കാലഘട്ടം ഏത് മുതൽ ഏത് വരെയാണ്? അബുയുടെ ബുക്കിൽ 5-ാം പേജ് തൊട്ട് 9-ാം വരെ. എളുപ്പമായല്ലോ. എളുപ്പമായി. ഞാൻ ഇരുന്ന് വായിക്കണം. ഇതൊക്കെ പഠിക്കാതെ PSCക്ക് പോ, നിനക്ക് കിട്ടും. 10-15 വർഷമായിട്ട് ഇങ്ങനെ കിടക്കണം. ഇനി കേരളപ്പിറവി എന്നാണ്? 9-ാം മാസത്തില്. 9-ാം മാസത്തിലാ? സാധാരണ പ്രസവം പറഞ്ഞത് 9-ാം മാസത്തിലാണല്ലോ. അടിച്ചടിച്ച് വയ്യ. നവംബർ 1-നാണ് കേരളപ്പിറവി. മാസം തേക്കാതെ പ്രസവിച്ചതാ. ഇൻക്യുബേറ്ററിലൊക്കെ വെച്ചിട്ടല്ലേ നമുക്ക് കേരളത്തിന് കിട്ടിയത്. ആരെടുത്തും പറഞ്ഞ് മനസ്സിലാക്കി. എടാ, കേരളം എന്ന് പറയുന്നത് പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. കേരളത്തിലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനുള്ളതാണ്. ആസ്വദിച്ചിട്ടുണ്ടോ പ്രകൃതി ഭംഗി? പിന്നെ ആസ്വദിച്ചിട്ടുണ്ടാണ്. എപ്പോ? ശരിക്കുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ കണക്ക് പരീക്ഷരെന്ന് ജനലിന്റെ സൈഡിൽ ഇരിക്കണം. എന്തൊരു ഭംഗിയാന്നറിയാമോ? പഠിക്കാതെ പോയിട്ടല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത്. എനിക്ക് നിന്നെ അടിക്കാൻ വേടാ. അടിച്ചടിച്ച് മടുത്ത്. എന്തായാലും നാട്ടുകാരെ അടി വാങ്ങുന്നുണ്ടല്ലോ. ഉള്ള പെൺകുട്ടികളെ നല്ല അടി വരുന്നുണ്ട്. ആ ആരടി മേടിച്ചു? നീ എന്നാ? അത് എന്റെ കുറ്റമൊന്നുമല്ല. ഞാൻ കോളേജ് വിട്ട് പെമ്പിള്ളേര് പോകുമ്പോ ഞാൻ എന്റെ വീട്ടിൽ സിറ്റ് ഔട്ട് ഇരിക്കും. ആ സമയത്ത് അമ്മച്ചി കുക്കർ എടുത്ത് അടുപ്പി വയ്ക്കും. കുക്കറിന്റെ ചൂടാണല്ലേ? വിസിലടിക്കും. പെമ്പിള്ളേര് വന്ന് എന്നെ എടുത്തിട്ട് അടിക്കും. ബ്യൂട്ടി സലൂൺ അടി മേടിച്ചതോ? അത് എന്റെ കുറ്റമൊന്നുമല്ല. ഞാൻ അവിടെ മുടി വെട്ടാൻ പോയതാണ്. അപ്പൊ അവിടെ ഒരു പെങ്കൊച്ചു പറഞ്ഞ് ചേട്ടന്റെ തലയിൽ നരച്ച മുടിയുണ്ട്, എന്നെ വേണോന്ന്. ഞാൻ പറഞ്ഞു കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, നിന്നെ വേണോന്ന്. ആടിയുടെ പെരുന്നാളായിരുന്നു. മുടി വെട്ടുന്ന കത്രികയില്ലേ, അതിന്റെ ഓട്ടയെ കൂടെയാണ് എന്നെ കയറ്റി തിരിച്ചിറങ്ങിയത്. എടാ, എന്നെ വേണോന്നല്ല ചോദിച്ചത്. നരച്ച തലമുടി കറുപ്പിക്കാൻ വേണ്ടി എന്നെ വേണോന്നാണ് ചോദിച്ചത്. അങ്ങനായിരുന്നോ? അങ്ങനെ ആയിരുന്ന കിട്ടിയല്ലോ. ആ, ശരി ശരി. ഈ ഒരു കാര്യം ചെയ്യും. ആ അമീബയുടെ പടം വരച്ചെടുക്കും. അമീബയുടെ പടം കാട്ടെ. ഇതിലെവിടെ അമീബയുടെ പടം? സാറല്ലേ പറഞ്ഞത് അമീബയെ മറ്റേ തുണിയില്ലാത്ത കണ്ണുകൊണ്ട് നോക്കിയാ കാണാൻ കൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഇരുട്ടത്ത് തുണിയെല്ലാം ഊരി കളഞ്ഞിട്ട് വരച്ചതാണ്. പടം എവിടെടാ? അത് അമീബയുടെ പടം എവിടെ? സാറേ കണ്ണു വെച്ച് നോക്കിയാ അമീബയെ കാണാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടില്ലേ? മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കണം. പോയി എടുത്തോണ്ട് വാ മൈക്രോസ്കോപ്പ്. വാടകയ്ക്ക് എടുക്കാൻ ഞാൻ പോണോ അല്ലേ? അല്ല, ഇത് ആവശ്യമായിട്ട് ഇതിനെ കാണണമെന്നുള്ള എനിക്ക് നിങ്ങൾ ആവശ്യമില്ലേ? അപ്പൊ എടുത്തോണ്ട് നോക്കണം. വരയ്ക്കേണ്ടത് എന്റെ ജോലി, ഞാൻ വരച്ചിട്ടുണ്ട്. വിളങ്ങി നോക്കി കണ്ടു വിട്ട് ഞാൻ ഫ്രീ ആക്കി. വേറെ പടങ്ങൾ വരച്ചിട്ടുണ്ടോ നോക്കട്ടെ. എല്ലാം ഉണ്ട്. ബയോളജി എന്നുള്ള പടം പടം വരച്ചു. കപ്പ പുഴുതു വെച്ചേക്കുന്നത് ശ്വാസകോശത്തിന്റെ പടമാണ് ഇത്. അടി ജംബ്ലിക്ക. ഒരു പടമെങ്കിലും നല്ലതായിട്ട് വരച്ചത് കണ്ടല്ല. എന്താണെന്ന് അറിയാമോ? ബ്ലൂ വെയിൽ എന്താണെന്ന് അറിയാമോ? അറിയാമോ? ബ്ലൂടൂത്ത് ഒക്കെ ഓൺ ചെയ്ത് സെറ്റ് ചെയ്ത് തരാം. ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചു പോകുന്ന ഗെയിമാണ്. ഇതും അങ്ങനെയാണ്, ഒരുപാടായി ചത്തു. ബ്ലൂ വെയിൽ, ഇതാണ് ബ്ലൂ വെയിൽ. നീലത്തിമിംഗലം ലോകത്തിലേക്ക് ഏറ്റവും വലിയ ജീവിയാണ്. കടലിലാണ് ജീവിക്കുന്നത് ബ്ലൂ വെയിൽ. ഇത് കണ്ടോ എന്റെ താഴെ? എന്റെ കുഞ്ഞാണ്. ഇതിന്റെ പേര് തോന്നുന്നു ബ്ലൂ വെയിൽ. അപ്പൊ മറ്റേ ഇളം വെയില്ല. ലോകത്ത് കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി ജീവിക്കുന്ന ജീവി എന്ന് പറയുന്നത് കടൽ ജീവിക്കുന്ന ഏറ്റവും വലിയ ജീവിയായ ഈ ബ്ലൂ വെയിലാണ്. വെള്ളത്തിൽ ജീവിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിൽ ഏറ്റവും ചതിയുള്ള ഒരു അമ്മയും ഈ ബ്ലൂ വെയിലായിരിക്കും. അതെന്ത് ചതി? അല്ല, വെള്ളം ചേർത്ത പാലിൽ കൊച്ചിന് കൊടുക്കാൻ. ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും. അടുത്തത് പറയാം. ഗുരുത്വാകർഷണ ബലം അത് കണ്ടുപിടിച്ച ആരാണ്? ഗുരുത്വാകർഷണം കൂടെ പഠിപ്പിച്ചാണ്. എനിക്ക് അറിയായിരുന്നു. പറ. ഒരു ആദ്യത്തെ ഇത് പറഞ്ഞു. ഐസ്ക്രീം. ഐസ്ക്രീമാ? ഷാർജ ഷേക്ക്. ദുബായിലെ രാജാവ് ഐസക് ന്യൂട്ടൻ. എടുക്കരുത്. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ലോ ഓഫ് മോഷൻ. ഇരിക്കും ഇവിടെ. ഒന്നും പഠിക്കാനും വയ്യ. പിന്നെ
ഇനി വേറൊരു കാര്യം, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്ത് പേര് പറയും? ഇപ്പൊ അമ്പിളിക്കുട്ടൻ മരിച്ചു കഴിഞ്ഞാൽ അമ്പിളിക്കുട്ടൻ എന്ന് പറയില്ല, ശവം. ഡെഡ് ബോഡി ആ, dead body. അങ്ങനെ പറയൂ. ആ. മനസ്സിലായ? അതൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന എഴുതി വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഈ മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുള്ള ഒരു സംഭവം ഉണ്ട്. എന്തോന്ന്? കോഴി. കോഴിക്ക് എന്തോന്ന് പേര്? എന്തെല്ലാം പേരാണ്. ചിക്കൻ, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ചിക്കൻ ടിക്ക, ഷവായി, മന്തി, തന്തൂരി, ഞെട്ടിക്കൽ ചിക്കൻ ബിരിയാണി. ഒന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യം പഠിക്കാൻ നീ മോശമാണ്. നീ ഒരു കാര്യം ചെയ്യും, നീ എന്തിനാണ് PSC എഴുതുന്നത്? എന്താണെന്ന് പറ. PSC എഴുതാൻ എനിക്ക് കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാനാ? കല്യാണം കഴിക്കാൻ PSC എഴുതേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. ജോലി ഉണ്ടെങ്കിലേ കെട്ടാൻ പറ്റൂ. എടാ അതിന് വല്ല നമ്മൾ ആരെങ്കിലും ഏജൻസി കൊടുത്താ പോരെ? ആ, ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തോന്ന്? മറ്റേ അവന്റെ മാക്രി മണിയന്റെ കൊടുത്തു. മാക്കറി മണിയനാ കല്യാണം നടത്തുന്ന മാട്രിമോണിയൽ പരസ്യം കൊടുത്തത്. പരസ്യം കൊടുത്തത് വധുവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തു. ആരും വിളിക്കുന്നില്ല. ആരും വിളിച്ചില്ല. ഒറ്റ മനുഷ്യരെ വിളിക്കുന്നില്ല. ആ, അതാണ് പറയുന്നത്, ബുദ്ധി വേണം. ബുദ്ധി കൂടിപ്പോയി. അതാണ് ഞാനത് മാറ്റി, പരസ്യം മാറ്റി. ആ. ഭാര്യയെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് വിളിയോട് വിളി, എന്റെ ഭാര്യയെ കൊണ്ടുപോക്കോ, ഈ ശല്യത്തിനെ കൊണ്ടുപോകും, പുണ്യം കിട്ടും, കൊണ്ടുപോക്കോന്ന് പറഞ്ഞു വിളിയോട് വിളി. ആണല്ലേ? പിന്നെ സെക്കൻഡ് ഹാൻഡ് എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ വിട്ടു. കഴുതേ, നിന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെറും കഴുതയാണ്. ആ, ഇതാണ് കഴുത. എന്റെ മുതലാളി എന്നെ എങ്ങനെയാണ് വിളിക്കുന്നത്? വർഷാപ്പിലെ മുതലാളി. വർഷാപ്പിലെ മുതലാളി. ആ, എന്ത് ചെയ്താലും കഴുതെന്ന് വിളിക്കാൻ എന്നെ ഉപദ്രവിക്കും. പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? വേറെ ജോലിക്ക് പോകണം. അത് മുതലാളിയുടെ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞ കെട്ടിച്ചേരാന്ന്? അല്ല, പറഞ്ഞിട്ടില്ല. അവർക്ക് ഇതിനോട് സ്നേഹം ഉണ്ടോ? ഇല്ല. പിന്നെ അത് മുതലാളി ഒരു ദിവസം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. എന്തോന്ന്? നല്ലോണം പഠിച്ച് മാർക്ക് പഠിച്ചു, ഇല്ലെങ്കിൽ വല്ല കഴുതയ്ക്കും പിടിച്ച് കെട്ടിച്ചു കൊടുക്കുന്നു. കറക്റ്റ് ആയിട്ട് കിട്ടും. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് കറക്റ്റ് ആയിട്ട് നീ പഠിച്ചു വെച്ചോണം. 1000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 ടൺ. അറിയാവോ? അറിയാം. 1000 കിലോഗ്രാം 1 ടൺ. അതറിയാം. അറിയാം. അറിയാം. എല്ലാം അറിയാം. അറിയാം. അങ്ങനെയാണെങ്കിൽ പറ, 1,00,000 കിലോയ്ക്ക് എത്ര ടണ്ണാണ്? ഇവനെ പഠിപ്പിക്കുന്ന സമയത്തിന് വല്ല കട്ടപ്പാരെടുത്ത് കിളയ്ക്കാൻ പോയാൽ മതിയായിരുന്നു. ശരിയല്ലേ? എന്ത് ചെയ്യാൻ? അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. സാറെവിടെ? സാറെവിടെ എന്നാ? ഇല്ല, നിന്റെ പേക്കൂത്തും കൊണ്ടോണ്ട് അങ്ങേര് ഇവിടെ ഇരിക്കും. അങ്ങേര് വീട്ടിൽ പോയി. എന്തോന്ന് പേക്കൂത്ത്? എന്തോന്ന് പേക്കൂത്തുന്നാ? 1,00,000 ടണ്ണുണ്ട്, എണ്ണി തീർക്കണ്ടേ? ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുന്നില്ല. എടാ എന്റെ അമ്പിളിക്കുട്ട, എത്ര നാളുകൊണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിക്കുന്നതാ. പിന്നല്ല. ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നായിക്കൂടെ? ഞാൻ നന്നാവില്ല. അത് ഞാൻ നന്നായ നീ ഒറ്റപ്പെട്ടു പോകും. പിന്നെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു സർപ്രൈസ് ഞാൻ കാണിക്കട്ടോ. ഞാൻ വിളിച്ചോ? ഫ്രഷടാ, അതെ, ഫ്രഷ് ഭയങ്കര ഫ്രഷ് 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 ഫ്രഷ്. ഇപ്പൊ ഓക്കെ.